ഹായ് ഓൾ, ഫങ്ഷൻസ് എന്ന സെക്ഷനിലുള്ള ഒരു പ്രോബ്ലം നമ്മളിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പ്രോബ്ലം യൂഷ്വലി കുറച്ച് ഈസി ആയിട്ടുള്ളതും എന്നാൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടും അതിന്റെ സൊല്യൂഷൻ എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതുമാണ്. കാരണം അതിന്റെ ഡെഫിനേഷൻസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ കുറച്ചൊന്ന് ലെവലപ്പ് ചെയ്ത് ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഏതാണ് പ്രോബ്ലം എന്ന് നോക്കാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക? ആദ്യം നമുക്ക് ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെ. ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു റാൻഡം ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നു, അതിന്റെ ഡൊമൈൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഡൊമൈൻ എന്ന് പറയുന്നത് അതെവിടെയൊക്കെയാണോ ഡിഫൈൻഡ് ആയിട്ടുള്ളത് അതാണ് അതിന്റെ ഡൊമൈൻ. അതായത് അത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ ഡൊമൈനിൽ നിന്നും ഒഴിവാക്കണം. അതായത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് അതിന്റെ ഡൊമൈൻ. എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 ആണ്. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ് അല്ലെ. ഇവിടെ രണ്ട് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇതിൽ ഡിനോമിനേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ എപ്പോഴാണോ ഈക്വൽ ടു 0 ആവുന്നത് അവിടെ എന്താവില്ല, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ എന്താവില്ല, ഡിഫൈൻഡ് ആവില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 വന്നാൽ അവിടെ നമ്മൾ അൺഡിഫൈൻഡ് എന്നാണ് പറയുക. സോ എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4. സോ എക്സ് ഈക്വൽ ടു 4 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഡൊമൈൻ എന്തായിട്ട് എടുക്കാം? ഡൊമൈൻ ഇസ് ഈക്വൽ ടു, ഇവിടെ ആറിലാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആർ മൈനസ് 4 എന്ന് നമുക്ക് എഴുതാം. ഇത് എന്തിനും കൂടെ ഈക്വൽ ആണ്, മൈനസ് ഇൻഫിനിറ്റി 4. ഇവിടെ ഓപ്പൺ ആണ് കൊടുക്കേണ്ടത് കാരണം 4 ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. യൂണിയൻ 4 ഇൻഫിനിറ്റി. അതായത് നമ്മളിപ്പോ 4നെ മാത്രം മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്നും 4നെ മാത്രം ഒഴിവാക്കിയിട്ടാണ് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി 4 യൂണിയൻ ഓപ്പൺ 4 ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നത്. ഇതേപോലെയുള്ള ഫംഗ്ഷൻസിന്റെ ഡൊമൈൻ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ കൂടുതലും ബുദ്ധിമുട്ടുന്നത്. എങ്ങനെയാണ് റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നും കൂടെ പറയാം. നമുക്കറിയാം റേഞ്ചിന്റെ ഡെഫിനേഷൻ എന്താണ്. ഏതൊക്കെ വാല്യൂസിലേക്കാണോ ഫംഗ്ഷൻ പോകുന്നത് ആ വാല്യൂസിന്റെ മൊത്തം സെറ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് റേഞ്ച് അല്ലെ. ഇവിടെ എക്സ് എന്ന് വൈയിലേക്ക് പോകുമ്പോൾ എക്സിൽ നിന്നും വൈയിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വൈസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ഈ വൈസിന്റെ ഒക്കെ സെറ്റ് എടുത്തു, y such that f of x is equal to y. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡെഫിനിഷൻ മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലത്തിന്റെ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് y ഈക്വൽ ടു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 4 എന്നെടുക്കുക. പോസിബിൾ ആയിട്ടുള്ള എക്സുകൾ ഏതൊക്കെയാണോ അതാണ് നമ്മൾ ഡൊമൈനിൽ എടുത്തത്. പോസിബിൾ ആയിട്ടുള്ള വൈകൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ റേഞ്ചിൽ എടുക്കുന്നത്. സോ അത്രയും മാത്രമാണ് വ്യത്യാസമുള്ളത്. പക്ഷെ ഇതൊരു പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നായിരിക്കും പലർക്കും അറിയാത്തത്. എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ നമ്മൾ വൈനെ എക്സിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നേരെ തിരിച്ച് നമ്മൾ എക്സിനെ വൈയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻവേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവേഴ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഇതും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് y എക്സ് മൈനസ് 4 is equal to എക്സ് മൈനസ് 3. എക്സ് മൈനസ് 4 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തതാണ്. നൗ yx മൈനസ് 4y is equal to എക്സ് മൈനസ് 3. എക്സിനെ എല്ലാ എക്സുകളെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. yx മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 3. 4yനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു, റൈറ്റിലേക്ക് എടുത്തു. അപ്പോൾ 4y മൈനസ് 3 എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ എക്സിനെയാണ് എക്സ് ഈക്വൽ ടു വൈന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 4y മൈനസ് 3. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 4y മൈനസ് 3 ഡിവൈഡഡ് ബൈ y മൈനസ് 1. ഇപ്പൊ നമ്മൾ എക്സിനെ വൈയിൽ റെപ്രസെന്റ് ചെയ്തു.
ഇനി നമ്മൾ നോക്കേണ്ടത് പോസിബിൾ ആയിട്ടുള്ള വൈകളെയാണ്. ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിൽ y-1 എന്ന് വന്നു. ഇത് 0 ആവാൻ പാടില്ലല്ലോ. ഇത് 0 ആവാൻ പാടില്ല. ഇത് 0 ആയാൽ അവിടെ x ഡിഫൈൻഡ് അല്ലാതെ ആകും. അപ്പോ ഇവിടെ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? y-1 ഈക്വൽ ടു 0, അതായത് y ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോ y ഈക്വൽ ടു 1 ആവുന്ന കേസ് നമുക്ക് പോസിബിൾ അല്ല എന്ന് പറയാം. നമ്മൾ നേരത്തെ ഡൊമൈൻ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു? ഇപ്പൊ മൊത്തം ഫംഗ്ഷനെ നമ്മൾ x ഈക്വൽ ടു g ഓഫ് y എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം ഏതൊക്കെ y ആണ് ഇവിടെ പോസിബിൾ ആവുന്നത്, ഏതൊക്കെ y ആണ് പോസിബിൾ അല്ലാത്തത് എന്ന് നോക്കി. അപ്പൊ പോസിബിൾ അല്ലാത്ത വൈസിനെ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. സോ r-1 ഇതാണ് എന്തായിട്ട് വരിക? റേഞ്ച് ആയിട്ട് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു -∞ 1 യൂണിയൻ 1 ഇൻഫിനിറ്റി എന്നും എഴുതാം. ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നന്നായിട്ട് ഡിസിപ്ലിനോട് കൂടിയും സിസ്റ്റത്തോടു കൂടിയും പഠിക്കാൻ വേണ്ടിയും അതേപോലെ എക്സാംസിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. താങ്ക് യു.